ഹലോ മക്കളെ, വെൽക്കം ടു സണ്ണി സാർ എഡ്യൂക്കേഷൻ ചാനൽ, ഫ്രീ ആൻഡ് ക്വാളിറ്റി എഡ്യൂക്കേഷൻ ടു ഓൾ. ഇപ്പം നമ്മൾ പഠിക്കാൻ പോകുന്നത് ക്ലാസ് 10 SSLC മാത്സിലെ നമ്മൾ 2024 ക്വസ്റ്റ്യൻ പേപ്പറാണ്. അതിനകത്ത് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ആദ്യത്തെ 4 ക്വസ്റ്റ്യൻസിൽ നിങ്ങൾ ഏതെങ്കിലും 3 എഴുതുക, 2 മാർക്കാണ്. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. സീ ദ ഫിഗർ. ഈ ഒരു പിക്ചർ നോക്കുക. ഇഫ് എ സർക്കിൾ ഇസ് ഡ്രോൺ വിത്ത് എ ബി ആസ് ഡയാമീറ്റർ. ഇവിടെ ഈ ഒരു സർക്കിൾ നിങ്ങൾ വരയ്ക്കുകയാണ്, ഒരു സർക്കിൾ വരയ്ക്കുകയാണ്, എ ബിനെ ഡയാമീറ്റർ ആക്കി എടുത്തിട്ട് വാട്ട് ആർ ദ പൊസിഷൻസ് ഓഫ് ദ പോയിന്റ്സ് പി ആൻഡ് ക്യൂ. പിയുടെയും ക്യൂവിൻ്റെയും സ്ഥാനം എവിടെയായിരിക്കും വിത്ത് റെസ്പെക്ട് ടു ദി സർക്കിൾ. ഈ സർക്കിളുമായി ബന്ധപ്പെടുത്തി നോക്കുമ്പോൾ പിയും ക്യൂവും എവിടെയാണ് എന്ന് വെച്ചാൽ സർക്കിളിനകത്താണോ പുറത്താണോ അല്ലെങ്കിൽ സർക്കിളിൽ തന്നെയാണോ എന്നാണ് ചോദ്യം. അപ്പോൾ ഈ ഒരു ചോദ്യത്തിന്റെ ആൻസർ കിട്ടണമെങ്കിൽ നിങ്ങൾക്ക് അറിയാം, നിങ്ങൾ പഠിച്ചിട്ടുള്ള കാര്യമാണ്, ഇത് വളരെ എളുപ്പമാണ്. ഞാൻ പഠിപ്പിക്കേണ്ട കാര്യം തന്നെയില്ല, എല്ലാ കുട്ടികൾക്കും ഇത് അറിയാവുന്നതാണ്. എന്നാലും ചില കൺഫ്യൂഷൻസ് വരാറുണ്ട്, അതുകൊണ്ട് പറയാം. ഇപ്പോൾ നമ്മളൊരു സർക്കിൾ ഇങ്ങനെ വരച്ചു, സർക്കിളിന്റെ സെന്റർ, ഓക്കെ, സപ്പോസ് അതിന് പേര് കൊടുക്കുക ഓ. ഈ സെന്ററിലൂടെ പോകുന്ന ലൈനിനെയാണ് നമ്മൾ ഡയാമീറ്റർ എന്ന് പറയാം. അത് സർക്കിളിന്റെ 2 അറ്റത്ത് വന്ന് എന്ത് ചെയ്യും, ഇങ്ങനെ മുട്ടും. ഓക്കെ, സാർ അതിന് പേര് കൊടുക്കുകയാണ് എ ബി. ഈ ഇവിടെ നിന്നും നമ്മൾ ഇങ്ങനെ വരച്ച് ഇവിടെ ഇങ്ങനെ മുട്ടിച്ച് നോക്കി. ഇപ്പൊ സർക്കിളിന്റെ അകത്താണ് ഈ കോൺ ഉണ്ടായിട്ടുള്ളൂ. ഓക്കെ, സർക്കിളിന്റെ അകത്തൊരു കോൺ ഉണ്ടാവുമ്പോൾ അത് 90 ഡിഗ്രിനേക്കാളും കൂടുതലായിരിക്കും. ഓക്കെ, ഇനി ഇതേപോലെ തന്നെ നമുക്ക് സർക്കിളിന്റെ പുറത്തേക്ക് നമുക്ക് എന്ത് ചെയ്യാം, ഒരു ട്രയാങ്കിൾ വരയ്ക്കാം. സർക്കിളിന്റെ പുറത്തേക്ക് വരച്ചിരിക്കാം. ഓക്കെ, ഇതെന്ന് പറയുന്നത് 90 ഡിഗ്രിനേക്കാളും കുറവായിരിക്കും. ഓക്കെ, ഇനി ഇതുപോലെ തന്നെ സർക്കിളുമേ നമുക്ക് വരയ്ക്കാം. സർക്കിളിലേക്ക് നമുക്ക് വരയ്ക്കാം. സർക്കിളിലേക്ക് വരയ്ക്കാം, അതായത് സർക്കിളിന്റെ ഇവിടെ ടച്ച് ചെയ്യണം. അത് എത്രയുണ്ടാവും, 90 ഡിഗ്രി ഉണ്ടാവും. അപ്പൊ ഈ ഒരു കാര്യം നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങളുടെ മൈൻഡിലേക്ക് എന്ത് ചെയ്യണം, വെക്കണം. ഓക്കെ, അപ്പൊ എന്താണ്, സർക്കിളിന്റെ ഇൻ ആണെങ്കിൽ എന്താണത്, 90 ഡിഗ്രിനേക്കാൾ കൂടുതലായിരിക്കും. ഔട്ട് ആണെങ്കിൽ, പുറത്താണെങ്കിൽ അത് 90 ഡിഗ്രിനേക്കാളും കുറവായിരിക്കും. ഇനി സർക്കിളിലാണെങ്കിൽ, അതായത് ഓൺ ദ സർക്കിളിലാണെങ്കിൽ 90 ഡിഗ്രി ആയിരിക്കും. ഈ ഒരു 3 പോയിന്റ് മനസ്സിലായോ? സർക്കിളിന്മേ ആണെങ്കിൽ 90 ഡിഗ്രി ഓൺ, കണ്ടോ. സർക്കിളിന്റെ പുറത്താണെങ്കിൽ എന്താണ്, 90 ഡിഗ്രിനേക്കാളും കുറവ്, ഔട്ട്. ഓക്കെ, ഈ സർക്കിളിനകത്താണെങ്കിലോ 90 ഡിഗ്രിനേക്കാളും കൂടുതൽ, സർക്കിളിന്റെ അകത്താണ്, ഇൻ. അപ്പൊ ഈ ഒരു പോയിന്റ് നിങ്ങൾ എന്ത് ചെയ്യണം, ഓർത്തിരിക്കണം മക്കളെ. ക്ലിയർ? ഓക്കെ, ഇതറിയാവുന്ന കുട്ടിക്ക് ഇതിന്റെ ആൻസർ കിട്ടിക്കഴിഞ്ഞു. കാരണം എ ബിയെ നമ്മൾ ഡയാമീറ്റർ ആക്കിയിട്ട് ഒരു വൃത്തം വരയ്ക്കുകയാണെങ്കിൽ ഈ പി എന്ന് പറഞ്ഞാൽ എത്രയാണ്, ആംഗിൾ 110 ഡിഗ്രിയാണ്. ഈ 110 ഡിഗ്രി എന്ന് പറഞ്ഞാൽ 90 ഡിഗ്രിനേക്കാളും കൂടുതലാണ്, അല്ലേ? അപ്പൊ നമ്മൾ പറയാം 90 ഡിഗ്രി കൂടുതലാണെങ്കിൽ എവിടെ വരാം, ഇൻ, സർക്കിളിനകത്താണ്. അപ്പൊ പി എന്ന് പറഞ്ഞ പോയിന്റ് എവിടെ വരും, ഇൻസൈഡ് ദ സർക്കിൾ. ഓക്കെ, ഇൻസൈഡ്. ഓക്കെ, അപ്പൊ അത് കിട്ടി. അടുത്തത് ക്യൂ എന്ന് പറയുന്നത് 80 ഡിഗ്രിയാണ്. അപ്പൊ ക്യൂ ഈസ് ഈക്വൽ ടു 80 ഡിഗ്രി. ക്ലിയർ? അതെന്ന് പറയുന്നത് 90 ഡിഗ്രിനേക്കാളും എന്താണ്, കുറവാണ്. അപ്പൊ നമ്മൾ പഠിച്ചു വെച്ച് 90 ഡിഗ്രിയിൽ കുറവ് എന്തായിരിക്കും, ഔട്ട് ആയിരിക്കും, അല്ലേ? അപ്പൊ ഇത് എന്ത് ചെയ്യണം, ക്യൂ എന്ന് പറയുന്നത് എവിടെയായിരിക്കും, ഔട്ട് സൈഡ്. അങ്ങനെ ഈ 2 പോയിന്റുകൾ നിങ്ങൾ എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടും, 2 സ്കോർ. ക്ലിയർ? ഓക്കെ, അപ്പൊ നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് സെക്കൻഡ് ക്വസ്റ്റ്യനുമായിട്ട് കാണാം. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.